ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് അബ്യൂസിന് ശേഷമുള്ള ബ്രെയിൻ ഇഞ്ചുറിയെ പറ്റിയിട്ടാണ്. നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ഡാമേജസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ബ്രെയിൻ ഫോഗ്. നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിംസിൽ സാധാരണഗതിയിൽ കാണാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പൊതുവെ സംസാരിക്കാറുള്ള കാര്യമാണ് ബ്രെയിൻ ഫോഗിനെ പറ്റിയിട്ടൊക്കെ, ബ്രെയിൻ ഫോഗ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഈ നാർസിസ്റ്റിക് അബ്യൂസ് ഒരു പ്രൊലോങ്ഡ് പീരീഡിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ, അതിപ്പോൾ നാർസിസ്റ്റിക് പാരൻസിൻ്റെ കുട്ടികളാണെങ്കിലും കുറച്ച് അല്ലാതെ പാർട്ണർ ആയിട്ടുള്ള ആളിൻ്റെ നിന്ന് നാർസിസ്റ്റിക് അബ്യൂസ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏത് വിധേനയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നാർസിസ്റ്റിൻ്റെ കീഴിൽ നിങ്ങളൊരു പ്രൊലോങ്ഡ് പീരീഡിൽ ഈ അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ആ ട്രോമ കാരണം നിങ്ങളിലുണ്ടാകുന്ന ന്യൂറോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന പാകപ്പിഴകളിൽ നിന്നുമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ബ്രെയിൻ ഫോഗ്, അത് കാരണം ഒരു കാര്യത്തിലും നേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ നമുക്ക് മെമ്മറി ലോസ്, നമ്മൾ വളരെ ഒബ്വിയസ് ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം ഇവൻറ്റുകൾ, ഡേറ്റുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, ഇതെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ. പിന്നെ ലാംഗ്വേജ്, നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വാക്കുകൾ കിട്ടാത്ത അവസ്ഥ, നമുക്ക് സംഭവിച്ച അബ്യൂസിനെ പറ്റി പോലും നേരെ ചൊവ്വേ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ പറ്റി കേട്ടിട്ടില്ല? ഞാൻ PTSD പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നാർസിസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ കോംപ്ലക്സ് PTSD അവസ്ഥയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ബ്രെയിൻ ഉണ്ടാവുക. കാരണം ഒരു സ്ട്രെസ് അല്ല, അല്ലെങ്കിൽ ഒരു ട്രോമ അല്ല നമ്മുടെ ബ്രെയിനിന് ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ്ലി നമ്മുടെ ബ്രെയിൻ ട്രോമാസിലൂടെ, ഇമോഷണൽ ട്രോമയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്ന അലാറം, ദി അമിഗ്ഡാല. ഈ അമിഗ്ഡാല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുക, അമിഗ്ഡാല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷണൽ അലാറം സിസ്റ്റമായിട്ട് വിചാരിക്കുക. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ത്രെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് അലാറം അടിക്കുന്ന, നിങ്ങൾക്ക് നമ്മുടെ ബോഡിക്ക് ആ ഒരു അലാറം കൊടുക്കുന്ന ഒരു പാർട്ടാണ് ഈ അമിഗ്ഡാല എന്ന് വിചാരിക്കുക. അങ്ങനെ ത്രെട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അലാറം അടിക്കേണ്ട ഒരു ഭാഗം ഈ ഒരു നാർസിസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആവുകയും എൻലാർജ്ഡ് ആവുകയും ചെയ്യും. കാരണം എപ്പോഴും എവിടെയും ത്രെട്ടാണല്ലോ ഒരു നാർസിസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ. ആ ഒരു എൻവയോൺമെന്റിൽ നിൽക്കുമ്പോൾ ത്രെട്ട് ഇല്ലെങ്കിൽ പോലും ത്രെട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ അമിഗ്ഡാല പ്രവർത്തിക്കാൻ തുടങ്ങും, നിങ്ങളുടെ ബ്രെയിൻ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇത് കാരണമാണ്, നിങ്ങൾക്കറിയാലോ, നാർസിസ്റ്റിക് അബ്യൂസിൽ ഇരിക്കുകയാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളിൽ വളരെയധികം ആങ്സൈറ്റിയും വളരെ ഹൈപ്പർ വിജിലന്റ് ആയിരിക്കുന്ന അവസ്ഥയിലും എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ ശബ്ദങ്ങൾ പോലും ചുറ്റും നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുകയും അത് ത്രെട്ടാണോ എന്നിങ്ങനെ മനസ്സിൽ ഉത്കണ്ഠ ഉണ്ടാവുകയും അത് കാരണം ആൻസൈറ്റി ഉണ്ടായിട്ട് അത് കാരണം നമ്മളൊരു സ്തംഭിച്ച, ഒരു മരവിച്ച അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് എല്ലാ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചവരും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് ഈ ഒരു പ്രോബ്ലം കാരണമാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഞെട്ടുക, നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുമ്പം വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുക, പേടി, ആരായിരിക്കും. നമ്മളെപ്പോഴും ആൾക്കാരുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അവരുടെ മുഖത്ത് ദേഷ്യം വരുന്നുണ്ടോ, അവരുടെ സ്വഭാവം ചേഞ്ച് ആവുന്നുണ്ടോ എന്നിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്ന് പറയുന്ന ഈ അമിഗ്ഡാലയുടെ അലാറം സിസ്റ്റം എപ്പോഴും ഓൺ ആയിരിക്കുന്നതിന്റെ കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ഓർമ്മകൾ കേൾക്കുന്ന പരിക്കുകൾ, ദ ഹിപ്പോ ക്യാമ്പസ്. ഈ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറീസ് ലോങ് ടേം ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഒരു ഫോൾഡറിൽ സൂക്ഷിക്കുന്നതിന്, നമ്മുടെ ബ്രെയിനിന്റെ ഫോൾഡറിൽ ശേഖരിച്ച് വെക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇതിന്റെ ഫംഗ്ഷനിങ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസിനെ വളരെയധികം എഫക്ട് ചെയ്യും. വളരെയധികം പഠനങ്ങളിലും റിസർച്ചുകളിലും തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, PTSD ഉള്ള ഇൻഡിവിജ്വൽസിൽ, PTSDയും CPTSD ഉള്ള ഇൻഡിവിജ്വൽസിൽ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, വളരെയധികം സ്ട്രെസ് എപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അത് ഹിപ്പോ ക്യാമ്പസ് ചുരുങ്ങുന്നതിന്, ഫിസിക്കലി ചുരുങ്ങുന്നതിന് തന്നെ കാരണമാവുന്നുള്ളതാണ്. ഇത് കാരണമാണ് പല നാർസിസിസ്റ്റിക് വിക്ടിമും ഇപ്പോൾ അനുഭവിക്കുന്ന വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള മെമ്മറി ലോസ്, ഓർമ്മ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മൾ ഒരു തൊട്ടു മുമ്പ് നമ്മൾ സംസാരിച്ച കാര്യം മറന്നു പോവുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ മറന്നു പോവുക, ഡേറ്റുകൾ മറന്നു പോയത്, അതൊക്കെ നേരത്തെ നമ്മൾ നേരെ ചെയ്തതായിരിക്കും. എന്നാൽ ഈ അബ്യൂസിന് ശേഷം ഇതെല്ലാം മറന്നു പോകുന്ന രീതിയിൽ, പുതിയ സ്കില്ലുകളൊന്നും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം നമ്മുടെ ബ്രെയിനിലെ സേവ് ബട്ടൺ ഡാമേജ്ഡ് ആണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കാവലാളായിട്ടുള്ള ആള് ഷട്ട് ഡൗൺ ആയി പോകുന്ന അവസ്ഥ, ദ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ CEO ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ബ്രെയിനിന്റെ. കാരണം എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, നമുക്ക് തീരുമാനം എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്,
നമ്മുടെ ഇമോഷണലി റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന എല്ലാം പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ അമിഗ്ഡാല, നമ്മുടെ ഇമോഷണൽ അലാറം കോൺസ്റ്റന്റ്ലി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അതിന്റെ മുഴുവൻ എനർജിയും അവിടേക്ക് കൊടുക്കും, അറ്റൻഷൻ എല്ലാം അങ്ങോട്ട് പോകും. അത് കാരണം തന്നെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് അല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന കാര്യം. ബ്രെയിൻ ഫോഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ നമുക്കൊരു ബുക്കിൽ, ഒരു സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ചെറിയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ പോലും നമ്മുടെ കോൺസെൻട്രേഷൻ നിൽക്കുന്നില്ല, രാത്രി ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നതും ഇത് കാരണമാണ്. അതായത് നമുക്ക് ഇന്ന് രാത്രി നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് അറിയില്ല, നമുക്ക് ചിന്തിച്ചിട്ട് പറ്റുന്നില്ല, അതെന്താണെന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇത് കാരണം തന്നെയാണ് നമുക്ക് ഇമോഷണൽ റെഗുലേഷൻ സാധ്യമാകുന്നത്, നമ്മൾ പൊട്ടിത്തെറിക്കുന്നതും നമ്മൾ ഭയങ്കര ഔട്ട്ബേസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, നമുക്ക് ആങ്കറും ഫ്രസ്ട്രേഷനും എല്ലാം കൂടെ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മളിൽ സംഭവിക്കുന്നത്, നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്, ഇതെല്ലാം ഇത് കാരണമാണ്. കാരണം നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻ സംഭവിക്കേണ്ട ബ്രെയിനിൻ്റെ പാർട്ടിന് കിട്ടേണ്ട വേണ്ടത്ര റിസോഴ്സസ്, അതിന് നേരെ പ്രവർത്തിക്കാനുള്ള കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വേണ്ട ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നാലാമത്തെ കാര്യം, പറയാൻ വാക്കുകൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ, ലാംഗ്വേജ് സെന്റേഴ്സ്. ഈ ലാംഗ്വേജ് പ്രോബ്ലംസ് വളരെ കൺഫ്യൂസിംഗ് ആണ് ഇപ്പോഴും സർവൈവേഴ്സിന് അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടാതിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് വളരെ നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള് ഈ ഒരു അബ്യൂസിന് ശേഷം നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല, നമുക്കൊരു ഫ്രേസ് നേരെ കോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒരാൾക്ക് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലുണ്ട് എന്താ പറയേണ്ടതെന്ന്, പക്ഷെ പൂർണ്ണമായിട്ട് അവരോട് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമുക്കുണ്ടായ അബ്യൂസ് തെറാപ്പിസ്റ്റിനോട്, ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വ്യക്തമായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ റിസർച്ചുകൾ പറയുന്നത്, ഒരു പേഴ്സൺ അവർ ട്രിഗേർഡ് ആയിട്ടിരിക്കുമ്പോൾ, ആ ട്രോമ റീകാൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രോമ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അതിന്റെ സാധാരണ നടക്കുന്ന ആക്ടിവിറ്റീസ് ഡിക്രീസ് ആവും. അവിടെ ആ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാംഗ്വേജ് സെന്റർ ആണ് നമ്മുടെ ബ്രെയിനിന്റെ. ഇതിനെ സ്പീച്ച് അറസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു വരികയാണ്, നമുക്ക് പറയേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, പറഞ്ഞു വന്നിട്ട് അവിടെ പറയേണ്ട ഒരു കീ ആയിട്ടുള്ള വേർഡ് നമ്മൾ മറന്നു പോവുകയാണ്. അവിടെ നമുക്കറിയാം അവിടെ എന്നതാണ് പറയേണ്ടത്, പക്ഷെ നമ്മുടെ ഓർമ്മയിൽ കിട്ടുന്നില്ല, നമുക്ക് ആ വാക്ക് വരുന്നില്ല. നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നുള്ളൊരു കൺസെപ്റ്റ്, നമുക്കൊരു ഫാക്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അത് വളരെ നന്നായിട്ട് നമുക്ക് അറിയാം, പക്ഷെ അത് പറയാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ഡോക്ടറിനോട്, നമ്മുടെ തെറാപ്പിസ്റ്റിനോട് നമുക്ക് ഉണ്ടായ ആ നാർസിസിസ്റ്റിക്കിൻ്റെ ഉണ്ടായ അബ്യൂസ് അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഫുള്ളി നമ്മൾ ബ്ലാങ്ക് ആയി പോകും, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾ പേടിച്ചു വളരെ ഭയപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയുകയാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിൽ വീഡിയോയുടെ. കാരണം ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സബിൾ ആണ്. നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. നമ്മുടെ ബ്രെയിൻ ഡാമേജ് നമുക്കത് മാറ്റാൻ കഴിയുന്നതാണ് കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിലൂടെ. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റ് സേഫ്റ്റി എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഏത് ട്രോമ എന്നാണെങ്കിൽ നമ്മൾ അത് ഇരുന്നതിന് ശേഷം അതിൽ നിന്നും ഗ്യാപ്പ് എടുത്താൽ മാത്രമേ, അതിൽ നിന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് മാറിയാൽ മാത്രമേ, ഒരു സേഫ് ആയിട്ടുള്ള നഴ്സറിങ് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ നിന്ന് നമ്മുടെ ബ്രെയിനിന് വീണ്ടും തിരിച്ചു വരാനുള്ള സമയം കൊടുത്താൽ മാത്രമേ അവിടെ ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഈ നോ കോൺടാക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റും ലോ കോൺടാക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റും പറയുന്നത്. നോ കോൺടാക്റ്റും ലോ കോൺടാക്റ്റും, അതായത് ഏറ്റവും മാക്സിമം ഈ നാർസിസിസ്റ്റുമായിട്ടുള്ള കോൺടാക്ട് കുറച്ചിരിക്കുന്ന സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾ എത്തുക. ആ സ്പേസിൽ കുറേ കാലം നിൽക്കുക. ആ സ്പേസിൽ കുറേ നാൾ നിൽക്കുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു ഹീലിംഗ്, ഓട്ടോമാറ്റിക്കലി സംഭവിക്കേണ്ട ഒരു ഹീലിംഗ് സംഭവിക്കുക. എന്ത് തരത്തിലുള്ള റിക്കവറി ആണെങ്കിലും സേഫ്റ്റിയാണ് അതിന്റെ ഫൗണ്ടേഷൻ. രണ്ടാമത്തേത് നമ്മുടെ അലാറം സിസ്റ്റത്തിനെ കാം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു കാംനെസ് നമ്മളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മുടെ അമിഗ്ഡാല, മറ്റേ അലാറം അടിച്ചുകൊണ്ടിരിക്കുന്ന അമിഗ്ഡാലയെ നമ്മൾക്ക് കാം ഡൗൺ ചെയ്യേണ്ടതുണ്ട്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, ഡീപ് ബ്രീത്തിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷന്, യോഗ, പിന്നെ നേച്ചറിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഔട്ട്സൈഡ് എക്സ്പോഷർ, കൂടുതൽ സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ടുവരിക, ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാനും നമ്മുടെ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനും സാധിക്കുമെന്ന് സയന്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ വർക്ക് ചെയ്യുന്നത് അതെല്ലാം ചെയ്തു നോക്കുക.
പിന്നെ മൂന്നാമത്തെ കാര്യം ട്രോമ റെസ്പോൺസ് തെറാപ്പി സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുത്ത് പറയട്ടെ, പലപ്പോഴും തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നതാണ് എനിക്കിനി എല്ലാം എടുത്തിട്ടിടാൻ വയ്യ, എൻ്റെ പഴയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ വയ്യ, എനിക്ക് ഇനി വീണ്ടും ഇതിലൂടെ കടന്നു പോകാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് തെറാപ്പി അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, EMDR തെറാപ്പി എന്ന് പറയുന്ന സൊമാറ്റിക് തെറാപ്പീസ് എന്ന് പറയുന്ന തെറാപ്യൂട്ടിക് പ്രോസസ്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങളുടെ പാസ്റ്റും നിങ്ങൾക്ക് അനുഭവിച്ച ആ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻസും പറയേണ്ട ആവശ്യമില്ല. പ്രസന്റിലാണ് ഈ തെറാപ്പീസ് ഫോക്കസ് ചെയ്യുന്നത്. പ്രസന്റിലുള്ള നിങ്ങളുടെ നർച്ചറിങ്ങിനെയാണ്, ഹീലിങ്ങിനെ മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും പറയേണ്ടി വരുമെന്ന് വിചാരിച്ച് റിപ്പീറ്റഡ്ലി അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. തെറാപ്യൂട്ടിക് പ്രോസസ്സ് ഉണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു നാർസിസ്റ്റിക് അവയർനെസ് ഉള്ള ഈ തെറാപ്പീസിനെ പറ്റിയിട്ട്, നാർസിസ്റ്റിക് വിക്ടിംസിനെ പറ്റിയിട്ട്, നാർസിസത്തെ പറ്റിയിട്ട് അവയർനെസ് ഉള്ള ഒരു തെറാപ്പിസ്റ്റിനെ, ഇത്തരത്തിലുള്ള ഒരു ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ സമീപിച്ച് ഈ തെറാപ്പികളിൽ കമ്മിറ്റഡ് ആവുക എന്നുള്ളതും ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. പിന്നെ നമ്മുടെ ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്, നമ്മുടെ CEO ആയിട്ടുള്ള, നമ്മുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെമ്മറി സെൻറ്റർ ആയിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെയും മെമ്മറി സെൻറ്റേഴ്സിനെയൊക്കെ നമ്മൾ ആക്റ്റീവാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്, റീ എൻഗേജ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പുതിയ സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. അതൊരു നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുക, ഈ പസിൽസ് ഒക്കെ സോൾവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള ഗെയിംസിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫോക്കസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഈ ഏരിയകൾ, വീക്കായിരിക്കുന്ന ഏരിയകൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വീക്ക്നെസ് ആണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ വെറുതെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളൊരു വളരെ റിയൽ ആയിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെ അതിൽ നിന്നും ഹീലാവാൻ സമയമെടുക്കുമെന്നും ക്ഷമ വേണമെന്നും നമ്മൾ തന്നെ ഒരുപാട് അലിവും സ്നേഹവും ദയയും ഒക്കെ നമ്മളോട് തന്നെ കാണിക്കണമെന്നും അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് അതൊക്കെ വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ള മനസ്സിലാക്കലോടുകൂടി തന്നെ ഇവിടെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതും കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്തുകൊണ്ട്. കാരണം ഇത് ഒരുപാട് പേർക്ക്, വീഡിയോ കാണുന്നവർക്ക് ആ കമൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എനിക്ക് ആവശ്യമാണ്. അതും കൂടെ ആകുമ്പോഴേ ഈ വീഡിയോ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വീഡിയോകൾ ഇനി വരാനുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും